Hi guys, welcome to the channel Shafnaj. തലവൻ ജിസ് ജോയ് ഡയറക്റ്റഡ് ബൈ ജിസ് ജോയ്. നമ്മൾ കേൾക്കുമ്പം അല്ലു അർജുൻ്റെ സൗണ്ട് അല്ലേ? ആസിഫ് അലിനെ വെച്ചിട്ട് എപ്പോഴും സിനിമ എടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ, നമുക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒരുപാട് ഫീൽ ഗുഡ് മൂവീസ് തന്നിട്ടുള്ള സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ടൊരു സിനിമ തികച്ചും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു തലവൻ. ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ടിലൂടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ള തലവന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സിനിമ വളരെയധികം നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന ഒന്ന് തന്നെ ആയിരിക്കും. വിശ്വാസമുണ്ടായിരുന്നു, കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. തീർച്ചയായിട്ടും അതൊരു 80% നീതി പുലർത്തിക്കൊണ്ട് ഡയറക്ടർ ജിസ് ജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരു ട്രാക്കിൽ നിന്ന് ജിസ് ജോയ് വന്നിട്ടുള്ള ഈ ഒരു മാറ്റം തികച്ചും നമുക്കറിയാം. മിഥുൻ മാനുവൽ തോമസിന്റെ ആദ്യത്തെ പടമായിരുന്നു ആട് 1, ആട് 2. അതിനൊക്കെ ശേഷം മിഥുൻ മാനുവൽ തോമസ് വന്നിട്ടുള്ള നമുക്കറിയാം വല്ലാത്തൊരു കാൽവെപ്പായിരുന്നു 5-ാം പാതിര. അതുപോലെ തന്നെ ജിസ് ജോയ് എടുത്തു വെച്ചിട്ടുള്ള ഒരു ജോണർ എന്ന് പറയുന്നത് അതും ത്രില്ലറിലേക്ക് തന്നെയാണ്. തലവൻ തീർച്ചയായിട്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു മൂവി തന്നെയാണ് തലവൻ. ബിജു മേനോൻ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നായകൻ. ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ട്, ബിജു മേനോൻ പൃഥ്വിരാജൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെ ജിസ് ജോയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പടത്തിലെ ഓരോ സീനുകളായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ജോണർ സാധാ പോലെ വരുന്ന ഒരു സംഭവമല്ല, ഒരു വേറിട്ട ഒരു മാറ്റർ ആയിട്ടാണ് ജിസ് ജോയ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള ദീപക് ദേവിനൊന്നും അധികം റോളില്ല, കാരണം വെച്ചാൽ ഒരു ത്രില്ലർ മൂവിയാണ്. ആസിഫ് അലി എന്ന് പറയുന്ന ജിസ് ജോയുടെ എപ്പോഴും ഉള്ള ഒരു നായകൻ, ഒരു ഡയറക്ടർക്ക് എപ്പോഴും ഒരു നായകൻ സ്വന്തമായിട്ടുണ്ടാവും. നമ്മൾ മലയാള സിനിമയുടെ ഒരു നാച്ചറാണ്, അതുപോലെ എല്ലാ സിനിമകളുടെ നാച്ചറാണ്. അതുപോലെ ജിസ് ജോയ് എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു പ്രിയപ്പെട്ട നടനാണ് ആസിഫ് അലി. ആസിഫ് അലി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫീൽ ഗുഡ് മൂവീസിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു പോലീസ് കഥാപാത്രവുമായി എത്തുമ്പോൾ അതിൻ്റെ കൂടെ ബിജു മേനോന്റെ ഒരു സാന്നിധ്യവും, ബിജു മേനോൻ എന്ന് പറയുന്ന നടന്റെ ഒരു പോലീസ് വേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് ബിജു മേനോൻ. പോലീസ് വേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ചുകൊണ്ട് ഇത് ചെയ്തപ്പോൾ പ്രേക്ഷകർ നിരുത്സാഹപ്പെടേണ്ടി വന്നിട്ടില്ല, പ്രേക്ഷകർക്ക് മനസ്സ് മടുക്കേണ്ടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. തീർത്തും എൻജോയ് ചെയ്യാൻ പറ്റി, പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താൻ പറ്റി. ഐ ലൈക്ക് 80% ആളുകൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ പുറത്തേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിൽ കൂടി ഇങ്ങനത്തെ നല്ല സിനിമകൾ നമ്മൾ എപ്പോഴും രണ്ട് കൈ നീട്ടി മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പറ്റം സിനിമകൾ, വിരലെണ്ണാവുന്ന ഒരു പറ്റം സിനിമകൾ ചില കൊമേഴ്ഷ്യൽ സിനിമകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ കുറച്ച് സിനിമകൾക്ക് നമുക്കറിയാം. ഇരട്ട എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് മറ്റൊരു കൊമേഴ്ഷ്യൽ സിനിമ, ആ ഒരു സമയത്ത് ഇറങ്ങിയ മറ്റൊരു കൊമേഴ്ഷ്യൽ സിനിമ കൊണ്ട് ഈ ഇരട്ട എന്ന് പറയുന്ന ഈ ഒരു സിനിമ, എന്തൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം, ആ ഒരു സംവിധായകൻ ആ ഒരു സിനിമയിൽ എടുത്തിട്ടുള്ളത്. വല്ലാത്തൊരു പടമാണ് ഇരട്ട. കാണാത്തവർ കാണുക. നമ്മുടെ ജോജു ജോർ നായകനായിട്ടുള്ള പടമാണ്, കാണാത്തവർ കാണുക. അതുപോലെ തന്നെ തലവൻ ഈസ് എ ബംബ്ലാസ്റ്റിക് ഗൂസ് ബംസ് ത്രില്ലർ മൂവി. മലയാളത്തിന്റെ ത്രില്ലർ സീരീസിലേക്ക് ഒരു പൊന്തൂകൽ കൂടി വേണമെങ്കിൽ പറയാം. ആസിഫ് അലി അദ്ദേഹത്തിന് ഫീൽ ഗുഡിൽ നിന്നിട്ട് ത്രില്ലർ, നമുക്ക് കൂമൻ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂമനിൽ നിന്ന് ഏകദേശം ഒരു 70%ഓളം കൂമനിൽ ആസിഫ് അലിയുടെ ക്യാരക്ടർ തന്നെയാണ് ഈ ഇതിലും വന്നിട്ടുള്ളതെങ്കിൽ കൂടി ഒരു ചെറിയൊരു വ്യത്യാസത്തോടു കൂടി ജിസ് ജോയ് ആസിഫ് അലിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിജു മേനോൻ കൂടി ആവുമ്പോൾ പടം നല്ലൊരു കാറ്റഗറിയിലേക്ക് എത്തുന്നുണ്ട്.
എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. തിയേറ്റർ മസ്റ്റ് വാച്ച്. അതുപോലെ തന്നെ നായികമാർ നമ്മുടെ മിയ വളരെ നല്ല ക്യാരക്ടറാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനുശ്രീ ആയാലും വളരെ നല്ല രീതിയിൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.